ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ രണ്ട് യുവ സ്നേഹിതന്മാരുണ്ടായിരുന്നു. അവർ രണ്ടുപേരും വലിയ ബുദ്ധിമാന്മാരാണ് എന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. ഒരാളുടെ പേര് മാധവെന്നും മറ്റൊരാളുടെ പേര് കണ്ണനെന്നുമാണ്. ആ രണ്ട് സ്നേഹിതന്മാരും അവർ പാർത്ത ഗ്രാമത്തിൻ്റെ തൊട്ട് അടുത്തുള്ളതായ ഒരു നദിയുടെ കരയിൽ പോയി സംഭാഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സംഭാഷിക്കുന്നതിനിടയിൽ പടിഞ്ഞാറേ ചക്രവാളത്തിലേക്ക് സൂര്യൻ താഴ്ന്നിറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് കണ്ണൻ എന്ന് പറയുന്ന സ്നേഹിതൻ ആ സൂര്യനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ്! സൂര്യൻ്റെ ആ കളറ് കണ്ടോ, അത് ചുവന്ന കളറാണ്. എന്നാൽ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ തൻ്റെ സ്നേഹിതനായ മാധവ് പറഞ്ഞു, നീ പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. സൂര്യൻ്റെ കളർ ചുവന്ന കളറല്ല, അത് വെള്ള കളറാണ്. ആ കണ്ണൻ പറഞ്ഞു, ഞാൻ കണ്ടതാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. ഞാൻ കാണുന്നതേ വിശ്വസിക്കത്തുള്ളൂ. എൻ്റെ വിലയിരുത്തൽ ശരിയാണ്. ആ സമയത്ത് മാധവ് പറഞ്ഞു, ഇല്ല, പകൽ മുഴുവൻ സൂര്യൻ പ്രകാശിക്കുന്നത് കൊണ്ട് അതിന് വെള്ളക്കളറാണുള്ളത്. അതുകൊണ്ട് നീ പറയുന്നതായിട്ട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അവർ രണ്ടുപേരും തമ്മിൽ വാദിക്കാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു ചുമലയാണ്, മറ്റൊരാൾ പറഞ്ഞു വെള്ളയാണ്. അങ്ങനെ വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ ആ വഴിയായി കടന്നു വരികയാണ്. ആ മനുഷ്യൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്? വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ യുവ സഹോദരന്മാർ പറഞ്ഞു, സൂര്യനെ നോക്കി ഇവൻ പറയുന്നു അത് ചുവന്ന കളറാണെന്ന്, എന്നാൽ ഞാൻ പറയുന്നു അത് വെള്ള കളറാണെന്ന്. ഞാൻ പറയുന്നതിനകത്ത് ന്യായം പറയാൻ എനിക്കുണ്ട്, ഇവൻ പറയുന്നത് ശരിയല്ല. മറ്റേയാൾ പറഞ്ഞു, ഞാൻ കണ്ടതേ എനിക്ക് പറയാൻ കഴിയൂ, അതുകൊണ്ട് മാധവ് പറയുന്നതും ശരിയല്ല. വൃദ്ധനായ മനുഷ്യൻ ഒന്ന് ചിരിച്ചിട്ട് അദ്ദേഹം രണ്ടുപേരെ നോക്കി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിൽ ശരിയുണ്ട്, രണ്ടുപേരും പറഞ്ഞതിൽ തെറ്റുമുണ്ട്. സൂര്യൻ ഒരിക്കലും ചുവന്ന കളറല്ല. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നീലയും പച്ചയും കളറുകൾ വന്നു ചേർന്നിട്ട് അത് ചിന്നിച്ചിതറി നിങ്ങളുടെ കണ്ണുകൾക്ക് മുമ്പിൽ അത് ചുവന്ന കളറായി മാറുകയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, സൂര്യന് 7 വർണ്ണങ്ങളുണ്ടെന്ന് ന്യൂട്ടൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്നിട്ട് വൃദ്ധനായ മനുഷ്യൻ പറയുന്നു, നിങ്ങൾ പറയുന്ന സമയത്തിന് വ്യത്യാസമുണ്ട്, നിങ്ങൾ പാർക്കുന്ന സ്ഥലത്തിന് വ്യത്യാസമുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എന്നാൽ നിങ്ങൾ പറയുന്ന സൂര്യനെക്കുറിച്ച് പറയുന്ന ഈ ഒരു വാക്ക് സൂര്യൻ ശ്രദ്ധിക്കുന്ന പോലുമില്ല, അത് കേട്ടിട്ട് ചിരിക്കുന്ന പോലുമില്ലല്ലോ. അതുകൊണ്ട് ഈ വ്യർത്ഥമായ വാക്കുകളെ വിട്ടൊഴിയേണ്ടതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ രണ്ട് യുവ സഹോദരന്മാർ തല കുമ്പിട്ട് വൃദ്ധനായ മനുഷ്യന് മുമ്പിൽ നിൽക്കുകയാണ്. അവർ സ്വയം അവരുടെ ഹൃദയത്തോട് പറഞ്ഞു, ഈ വെറുതെ ഉണ്ടായ വാഗ്വാദം, ഈ വെറുതെ ഉണ്ടായ ഈ വഴക്ക് 2 കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തി. ഒന്ന്, ഞങ്ങളുടെ സൗഹൃദം നഷ്ടപ്പെടുത്തി. 2, നല്ല സന്ധ്യയുടെ മനോഹരമായ കാഴ്ചകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതെ, വ്യർത്ഥമായിരിക്കുന്ന വാക്കുകൾ അനേകം നല്ല നല്ല സൗഹൃദങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങളെ തകർത്ത് തരിപ്പണമാക്കും.
ഇന്നെവിടെ തിരിഞ്ഞു നോക്കിയാലും വിവാദങ്ങളും വാദപ്രതിവാദങ്ങളും കൊണ്ട് നിറയപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ ഒഴിവാക്കേണ്ട വാദങ്ങളുണ്ട്, നല്ല വാദങ്ങളുണ്ട്. നല്ല വാദങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്ന സത്യത്തിന് വേണ്ടിയുള്ള പ്രതിരോധമാണ്. നല്ല വാദങ്ങൾ അത് എപ്പോഴും സത്യത്തെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള, ആ സത്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന, ആരെയും മുറിവേൽപ്പിക്കാത്ത, ആരെയും വ്രണപ്പെടുത്താത്ത, എന്നാൽ അവരുടെ ഹൃദയത്തിന് ആശ്വാസം നൽകുന്ന, എന്നാൽ തിരുവെഴുത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്കും അതിൻ്റെ വിശ്വാസത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു വാദമാണ് സത്യത്തിന് വേണ്ടിയുള്ള വാദം. എന്നാൽ ഒഴിവാക്കേണ്ടതായ വാദങ്ങളുണ്ട്. ഒന്നാമത് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഒഴിവാക്കേണ്ട വാദങ്ങൾ ഏതൊക്കെയാണ്. 2 തിമോഥെയോസ് ലേഖനത്തിൽ പറയുന്നു, 2-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുകയാണ്, ബുദ്ധിഹീനവും വിദ്യാഹീനവുമായ തർക്കങ്ങളെ ഒഴിവാക്കുക, അവ കലഹം ജനിപ്പിക്കുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. കർത്താവിൻ്റെ ദാസൻ കലഹിക്കരുത്, എല്ലാവരോടും സൗമ്യനായിരിക്കണം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനാകരുത്, കലഹിക്കുന്നവനായിരിക്കരുത്, എല്ലാവരോടും സൗമ്യതയോടുകൂടെ സംസാരിക്കാൻ കഴിയുന്ന ഒരാളായി തീരണം. എനിക്ക് ഇന്ന് പകലിൽ ഓർപ്പിക്കാനുള്ളത്, എൻ്റെ പ്രിയരെ, നമ്മുടെ വാക്കുകൾ കൊണ്ട് ആർക്കും മുറിവേൽക്കരുത്. നമ്മുടെ ഭാഗം വിജയിക്കാൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൂട്ടിപ്പിണച്ച് വെച്ച് സംസാരിച്ച് അവരെ വേദനിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തത് അവരുടെ മുറിവുകളെ കെട്ടുന്ന, അവർക്ക് ആശ്വാസം പകരുന്ന വാക്കുകൾ ആയിരിക്കട്ടെ നമ്മുടെ നാവിൽ നിന്നും ഉണ്ടാകേണ്ടത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ തൻ്റെ സദൃശവാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു, കലഹത്തിൻ്റെ ആരംഭം വെള്ളം തുറന്നു വിടുന്ന പോലെയാകുന്നു, അതുകൊണ്ട് തർക്കം മൂക്കുന്നതിന് മുമ്പേ അതിനെ ഉപേക്ഷിച്ച് കളയുക എന്ന്. അപ്പോൾ ഈ കലഹമെന്ന് പറയുന്നത് വെള്ളക്കെട്ട് അഴിച്ചുവിടുന്ന പോലെയാണ്. അത് അനവധി സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് പോകും. അതുകൊണ്ട് അത് മൂക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം? ആ കലഹത്തെ ഉപേക്ഷിച്ച് കളയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര അർത്ഥവത്തായ ഒരു യാഥാർത്ഥ്യമാണ്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ബുദ്ധിഹീനമായ തർക്കങ്ങളും വംശാവലികളും കലഹവും ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള വാദവും ഒഴിവാക്കുക, അവ നിഷ്ഫലവും വ്യർത്ഥവുമല്ലോ. മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള വാദം ബൈബിൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. എല്ലാ സഹോദരന്മാരോടും ദൈവത്തിൻ്റെ വചനത്തിന് പറയാനുള്ളത്, എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഓരോ മനുഷ്യന് കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസമുള്ളവരുമായിരിക്കട്ടെ എന്നാണ്. എത്ര അർത്ഥവത്തായ ഒരു കാര്യമാണ്. കേൾക്കാൻ വേഗതയും പറയുവാൻ താമസമുണ്ടായിരിക്കണം എന്ന്. അപ്പോൾ ഒഴിവാക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഓർപ്പിച്ചത്. രണ്ടാമത്, സത്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രതിരോധമായ നല്ല വാദമാകാം. 1 പത്രോസ് ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയോടും ഭയഭക്തിയോടും കൂടെ സമാധാനം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുക. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കാൻ വന്നാൽ അവരോട് സൗമ്യതയോടുകൂടെ സംസാരിക്കാൻ, സമാധാനം പറയാൻ നമ്മൾ ഒരുങ്ങിയിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത തർക്കസംഗതികളെ ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട കാലങ്ങളല്ലേ കാലങ്ങൾ? ദൈവസഭയുടെ സ്വഭാവം അതല്ലേ? വിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞു, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന്.
അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 2 മുതൽ 3 വരെയുള്ള ഭാഗത്ത് വായിക്കുന്നുണ്ട്. പൗലോസ് യഹൂദന്മാരോട് പറയുകയാണ്, തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് സംവാദിച്ചു എന്ന് കാണാം. അവരോട് സംവാദിക്കുമ്പോൾ പൗലോസ് പറയുന്ന ഇതാണ്, ഈ യേശുവാണ് നാം കാത്തിരിക്കുന്ന ക്രിസ്തു എന്ന് തിരുവെഴുത്തുകളെ ആധാരമാക്കി തെളിയിച്ചു കൊടുത്തു എന്നാണ്. അവിടെയും ഇങ്ങോട്ട് എതിർവാദം പറഞ്ഞപ്പോൾ ഒരു മറുവാദം പറഞ്ഞതിനെ തോൽപ്പിക്കുകയല്ല, തിരുവെഴുത്തുകളെ നിരത്തി വെച്ചിട്ട് കാര്യകാരണ സഹിതം അതിനെ തെളിയിച്ചു കൊടുത്തു എന്നാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഈ തർക്കങ്ങളെയും വാദങ്ങളെയും ആരോപണങ്ങളെയും അപവാദങ്ങളെയും ഇവയൊക്കെ വിട്ടൊഴിഞ്ഞ് ഒരു നല്ല ഭക്തനായ ക്രിസ്തുവിൻ്റെ ദാസനായി നമുക്ക് ജീവിക്കാം. നമ്മളെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊണ്ട്, ഒരുപക്ഷെ പ്രായത്തിൽ കുറഞ്ഞവരായിരിക്കാം, ജാതിയിൽ കുറഞ്ഞവരായിരിക്കാം, നിങ്ങളുടെ അത്രയും ആരോഗ്യം കണ്ടെന്ന് വരത്തില്ല, പക്ഷേ മറ്റുള്ളവനെ ശ്രേഷ്ഠനെന്ന് എണ്ണുന്നൊരു മനോഭാവം ഉണ്ടായിരിക്കണം. അതാണ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരും തിരുസഭയ്ക്ക് കാണിച്ചു കൊടുത്ത മാതൃക. അതുകൊണ്ട് വാഗ്വാദങ്ങളെ, അപവാദ പ്രചരണങ്ങളെ വിട്ടൊഴിയുവാൻ സ്നേഹബുദ്ധിയാൽ ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.